ക്ലൈമറ്റ് കൺട്രോൾ കാണാം, അതുപോലെ തന്നെ റേഡിയോ നാവിഗേഷൻ മീഡിയസിന്റെ ഏകദേശം കംഫർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിലും അവൈലബിൾ ആണ്. ഫോർജെ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളെ സ്പോൺസർ എവിടെയെന്ന് വെച്ചാൽ കാരോസ മോട്ടോഴ്സ് ആണ്. ഇവരാണ് ഇന്ന് നമുക്ക് ബെൻസിന്റെ ഈ ക്ലാസ് റിവ്യൂ ചെയ്യാൻ തരുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ പെരിന്തൽമണ്ണയിൽ EMS ഹോസ്പിറ്റൽ, അതായത് ദുബായ് പടി എന്നാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. നിയർ EMS ഹോസ്പിറ്റലാണ്, അതായത് പെരിന്തൽമണ്ണ ഏറ്റവും അറിയപ്പെട്ട ഹോസ്പിറ്റൽ തന്നെയാണ്. അതിൻ്റെ അടുത്താണ് ഈ ഒരു ഷോറൂം വരുന്നത്. അപ്പോൾ ഇതിവിടെ പാർക്ക് ആൻഡ് സെയിൽ, അതുപോലെ തന്നെ ഇവരുടെ സ്വന്തം വണ്ടി ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് ബെൻസിൻ്റെ 250D, അതുപോലെ തന്നെ 220D, അതുപോലെ തന്നെ ഫോർച്യൂണർ, മസ്റ്റാങ്, ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഹനം എടുക്കാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ബെൻസിൻ്റെ ഈ 350D, അല്ലെങ്കിൽ 250D വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 2018 ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മുടെ ചാനൽ വരും. അതുപോലെ തന്നെ റിവ്യൂ ഇപ്പോൾ നമ്മൾ കാണും. അതിൻ്റെ മുന്നേ V-Cross, അതുപോലെ തന്നെ മസ്റ്റാങ്, ഈ 3-4 വാഹനത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ ഉടനെ വരുന്നതാണ്. അപ്പോൾ മച്ചാമാരി, യു ആർ വാച്ചിങ് ഫോർജെ വ്ലോഗ്സ് ആൻഡ് ഇറ്റ്സ് മീ ഷെർബിൻ. മെഴ്സിഡീസ് ബെൻസ് ആദ്യമായി 1995 ഈ ക്ലാസ് ലോഞ്ച് ചെയ്തത്. പക്ഷേ ഈ ക്ലാസ്സിനെ കുറിച്ച് ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും മിനി എസ് ക്ലാസ് എന്നെപ്പോഴും, അല്ലെങ്കിൽ എസ് ക്ലാസ്സിൽ കണ്ടെത്തക്ക ഫീച്ചേഴ്സും എല്ലാം ഇപ്പോൾ ഈ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. ഇത് വരുന്നത് 5th ജനറേഷൻ ഈ ക്ലാസ്സാണ്, 2018 മോഡലാണ്. ഇതിൻ്റെ 4th ജനറേഷൻ, അതുപോലെ തന്നെ 3rd ജനറേഷനൊക്കെ നമ്മൾ ചാനൽ ഓൾറെഡി അപ്ലോഡാണ്. നമ്മൾ വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചും കൂടി പുതിയത്, അല്ലെങ്കിൽ ഇപ്പോൾ 2022 ആ ഒരു എസ് ക്ലാസ് ഇന്ത്യയിൽ ഒഴിച്ച് ബാക്കി ഏകദേശം എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ സെയിൽസ് ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം 46,000 യൂണിറ്റാണ് ഇത് ആൾ ഓവർ സെയിലായത് മെഴ്സിഡീസ് ബെൻസിൻ്റെ ഈ ക്ലാസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റഡാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ എ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ സി ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ കംഫർട്ട്, അതായത് സി ക്ലാസ്സിനേക്കാൾ കുറച്ചുകൂടി വീൽ ബേസ് കൂടുതലാവും ഇതിന് വരിക. അതുപോലെ തന്നെ കുറച്ചുകൂടി വിശാലതായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു എസ് ക്ലാസിൻ്റെ ഏകദേശം കംഫർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ക്ലാസ്സിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലുക്ക് വൈസിൽ നിന്ന് തുടങ്ങാം. അതിന് മുന്നേ ഇതിൻ്റെ മോഡൽ പറഞ്ഞത് 220D ആണ്. ഇതിന് 200 വരുന്നുണ്ട്, 200 പെട്രോളാണ്. അതുപോലെ ഇത് തന്നെ ഏറ്റവും നമുക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പോർട്ടിനെസ് ആഗ്രഹിക്കുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ 350D എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് അല്ലെങ്കിൽ സ്പോർട്ടിനെസ്സും ഇത് രണ്ടും കൂടി നിലനിൽക്കുന്നതാണ് 220D വരുന്നത്. ലുക്ക് വൈസ് സംസാരിക്കുക. ലുക്ക് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അഗ്രസീവ് ലുക്കാണ്, അതുപോലെ തന്നെ പ്രീമിയം സ്റ്റാൻഡാണ്. ഒരു ഇടുപ്പ് തോന്നുന്ന ഫീൽ തന്നെയാണ് നമുക്കിതാ. ഈ ഒരു ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും സൈഡ് ആണെന്നുണ്ടെങ്കിലും ബാക്ക് ആണെന്നുണ്ടെങ്കിലും ആൾ ഓവർ ഒരു ഇടുപ്പ് തോന്നിക്കണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അട്രാക്ഷൻ തോന്നിപ്പിക്കുന്നതാണ്. ഒന്നാമത് ഇതിൻ്റെ ലെങ്ത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് റോഡ് പ്രസൻസ്, അല്ലെങ്കിൽ അത്രയും ഒരു വലിയ വാഹനം റോഡിലൂടെ പോകുന്ന ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് നമുക്ക് ഗ്രില്ല് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എസ് ക്ലാസ് ടൈപ്പ് ഗ്രില്ലാണ് ഇതിന് വരുന്നത്. പക്ഷേ റഡാർ സിസ്റ്റം കാര്യമൊന്നുമില്ല. ഈ ക്ലാസിൻ്റെ ഗ്രില്ലിംഗ് ഒക്കെ നോക്കിയാൽ കാണാം വേറെ ടൈപ്പ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്രില്ലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഗ്രസീവ് ലോഗോ കാര്യങ്ങൾ ഇവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ബോണറ്റിൽ ചെറിയൊരു ലോഗും കാര്യങ്ങളുണ്ട്. പിന്നെ ബോണറ്റിൽ നമുക്ക് ഹുഡുമേ, അല്ലെങ്കിൽ ഹുഡുമേ നമുക്ക് വേക്കുന്നത് 3 സ്റ്റാർ ലോഗും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് വേക്കുന്നത് ഒരു സിൽവർ ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റോറം കാണാം. അത് അത്യാവശ്യം ഒരു പ്രീമിയം ഡിസൈനിൽ കൊടുക്കുന്നത്, ഒരു നോസി ഫീലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോഴാണ് ഇത് ഹൈ പെർഫോമൻസ് LED സിസ്റ്റം ആണ് കേട്ടോ മെഴ്സിഡീസ് ബെൻസിൻ്റെ. അതൊന്ന് LED സിസ്റ്റമാണ്, ഒന്ന് പ്രൊജക്ടർ ബീമും കാര്യങ്ങൾ കാണാം. പിന്നെ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ ക്ലാസ്, സി ക്ലാസ്, അതുപോലെ തന്നെ എസ് ക്ലാസ് ഇവരെ തിരിച്ചറിയാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു സ്ട്രിപ്സ്, അല്ലെങ്കിൽ ഈ ഒരു ഡേ ടൈം റണ്ണിംഗ് ലാമ്പിന് നമുക്കാണ് അതിൽ മനസ്സിലാക്കുക. ഇപ്പോൾ ഇത് 3 വരെയാണെന്നുണ്ടെങ്കിൽ അത് എസ് ക്ലാസ് ആണ്, അതുപോലെ തന്നെ 2 വരെയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് ആണ്, ഒറ്റ വരെയാണെന്നുണ്ടെങ്കിൽ സി ക്ലാസ് ആണ്. പക്ഷേ ഇതിൻ്റെ അപ്ഡേഷൻ 2020 വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഡോട്ടാറാണ് വന്നിരിക്കുന്നത്.
അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഡോട്ടുകളുണ്ടോ, ഈ ഒരു സ്ട്രിപ്സ് മാറിയാണ്ട് ഡോട്ടറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 ഡോട്ടാണെന്നുണ്ടെങ്കിൽ അത് എസ് ക്ലാസ് ആണ്, 2 ഡോട്ടാണെന്നുണ്ടെങ്കിൽ അത് ഇ ക്ലാസ് ആണ്, ഒറ്റ ഡോട്ടാണെന്നുണ്ടെങ്കിൽ അത് സി ക്ലാസ് ആണ്. ഇതാണ് എയർ ഡാം പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നെറ്റാണ്. അതിലേക്ക് ഇവിടെ ഒരു ഹൗസിംഗ് പോലെ തോന്നിപ്പിക്കുകയാണ്. നമുക്ക് ഫോഗ് ലാമ്പ് ഇതിന് വരുന്നില്ല, ഇത് ഹൗസിംഗ് പോലെ തോന്നിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കൊരു സിൽവർ ഫിനിഷും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഇതിൻ്റെ എയർ ഡാം പോർഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. താഴെ നമുക്ക് സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്ക് ഫ്രണ്ട് സെൻസർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് വാഷിംഗ് യൂണിറ്റും കാര്യങ്ങൾ വരുന്നില്ല, പക്ഷേ ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ട്. 220D കീ വരുന്നത്, ഈ ക്ലാസിൻ്റെ കീ കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം തോന്നിപ്പിക്കുന്ന കീ തന്നെയാണ്. നമ്മളൊരു എസ് ക്ലാസ് ടൈപ്പ് കീ തന്നെയാണ് ഇത് വരുന്നത്. നമ്മൾ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ എടുത്താണ്, അന്നത്തെ കീ നിങ്ങൾക്ക് ഉണ്ടാവും. അത്രത്തോളം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇതിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഒരു സൈക്കിളൊക്കെ പോലെയാണ്, മോട്ടോർ വാഗൺ എന്നാണ് അതിൻ്റെ പേര്, പെൻറ്റി മോട്ടോർ വാഗൺ അങ്ങനെയാണ്. അതാണ് ഈ ക്ലാസ്സിലെ ഫസ്റ്റ് വാഹനം. അതിത്തോളം അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എത്രത്തോളം അപ്ഡേഷൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആ ഒരു വാഹനം കണ്ട മനസ്സിലാവും. ഒരു ആൾ ഓവർ സൈഡ് സ്റ്റാൻഡ് നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം വലിയ വാഹനം എന്ന് തോന്നും. ഏകദേശം 5 മീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 5 മീറ്റർ ലെങ്ത്ത് വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ 1.9 മീറ്റർ വിഡ്ത്ത് വരുന്നതും 1.4 മീറ്റർ ഹൈറ്റ് വരുന്ന വാഹനമാണ് മെഴ്സിഡീസ് ബെൻസിൻ്റെ ഈ ക്ലാസ്. അപ്പോൾ ഇനി നമുക്ക് ഡോർ ഹാൻഡിലേക്ക് പോകുമ്പോൾ ഒരു സിൽവർ ഫിനിഷോട് കൂടി അത്യാവശ്യം നല്ല ഭംഗിയായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡോർ ഹാൻഡിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മിറർ നോക്കുകയാണെങ്കിൽ അതിലൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ലോഗോ പ്രൊജക്റ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ടയർ വരുന്നത് 17 ഇഞ്ചിൻ്റെ 225 225 17 ഇഞ്ചിൻ്റെ ടയറും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. അത്യാവശ്യം കണ്ടില്ല, നിങ്ങൾക്ക് ടയറൊക്കെ നോക്കിയാൽ കാണാം, ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. അതായത് ഏകദേശം ആകെ കുറഞ്ഞ കിലോമീറ്റർ ഓടിച്ചോളൂ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, സെയിലിനുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുറഞ്ഞ കിലോമീറ്റർ ഓടിച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ടയറിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാം, തീരെ എന്താ പറയുക തേഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ ഒരു സിൽവർ ഫിനിഷ് നമുക്ക് ഇതാക്കണം, ഫ്രണ്ട് മുതൽ എന്താ പറയുക ക്വാർട്ടർ ഗ്ലാസ് വരെ ഈ ഒരു സിൽവർ ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ റൺ ചെയ്യുന്നത് കാണാം. അത്യാവശ്യം എന്താ പറയുക നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ ലോക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മിറർ ഫോൾഡ് ആവും, കണ്ടില്ലേ, ആ ഒരു ഹോണ്ട സൗണ്ടൊക്കെ കേൾക്കാം. അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ സൗണ്ട് ഇല്ല, ജസ്റ്റ് മിറർ അൺഫോൾഡ് ആവും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ വരുന്നത്, ഏകദേശം ഡീസൽ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. 220D ആണ് വരുന്നത്, ഡീസൽ. ബാക്കി എഞ്ചിൻ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പറയാം. ഇനി നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഒരു 3 സ്ട്രിപ്ഡ് ആയിട്ടുള്ള ഒരു ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം എന്താ പറയുക വൈഡ് അല്ല, എന്തെങ്കിലും ഒരു സ്മാൾ സ്ലീക്ക്ഡ് ആയിട്ടുള്ള ഒരു ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതാണ് എനിക്ക് തോന്നുന്നത് ഇൻഡിക്കേറ്റർ വരുന്നത്, ജസ്റ്റ് നോക്കാം നമുക്ക്. ആണ് ഇത് തന്നെയാണ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ താഴെ നമുക്ക് ഒരു എന്താ പറയുക സെൻസേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ റിഫ്ലക്റ്റേഴ്സും ഉണ്ട്. പിന്നെ ഇതല്ല കേട്ടോ ഇതിൻ്റെ എന്താ പറയുക, ഇത് ഡിഫ്യൂസർ പോലെ തോന്നിപ്പിക്കുന്ന സംഭവം. ഇതിൽ സൈലൻസർ അല്ലെങ്കിൽ എക്സോസ്റ്റ് പൈപ്പ് ഇതല്ല വരുന്നത്. എക്സോസ്റ്റ് പൈപ്പ് നേരെ ഇതിൻ്റെ താഴെയാണ്, ഡുവൽ എക്സോസ്റ്റിനെയാണ് ഈ ഭാഗത്താണ് ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഫ്രണ്ട് സെൻസേഴ്സും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബെൻസിൻ്റെ ലോഗോ. ഇത് 350D ജസ്റ്റ് ചെയ്താണ്, 220D ആണ് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ആൾ ഓവർ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്യൂട്ട് ലുക്ക് തന്നെയാണ്. ഫ്രണ്ട് നമുക്കൊരു അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ആ ഒരു ക്യൂട്ട് ലുക്ക് തന്നെയാണ്. സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിൽ നിന്ന് ആക്കണം, ഈ ഒരു വ്യക്തമായിട്ട് കാണാൻ കണ്ടില്ലേ. നമുക്ക് ഈ ഒരു ബാക്കിൽ സിൽവർ ഫിനിഷും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്താൽ ലോങ് പ്രസ് ചെയ്ത വണ്ടി ബൂട്ട് ഓപ്പൺ ചെയ്യും. 540 അല്ലെങ്കിൽ 540 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം. കാരണം എന്ന് വെച്ചാൽ ഇത് 5 മീറ്റർ ലെങ്ത്തിലെ വാഹനമാണ്. അതുപോലെ തന്നെ അത്രയും ഒരു ഫ്രണ്ട് എന്നിട്ടും നമുക്ക് ഇതാക്കുന്ന ബൂട്ട് സ്പേസ് അത്രയും നമുക്ക് ബാലൻസ് ആണ്. പിന്നെ ഇതിൻ്റെ സ്പെയർ ടയർ നമുക്ക് ഇതിന് മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ആവശ്യമില്ലാത്തവർക്ക് ഇറക്കി വെച്ചിട്ട് ബൂട്ട് സ്പേസ് ഒന്നും കൂടി നമുക്ക് കൂട്ടാവുന്നതാണ്. പിന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിവിടെ സ്പെയർ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അയച്ചിടാൻ ബുദ്ധിമുട്ടാണ്, കാരണം ചെയിൻ ഇട്ട് വെച്ചിട്ടാണ്. പിന്നെ റാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഇലക്ട്രിക്കലല്ല, സാധാരണ നോർമൽ നമുക്ക് മാനുവൽ ആയിക്കൊണ്ട് തന്നെ അടക്കണം എന്നുള്ളതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത്രയൊരു അതായത് തഡ് സൗണ്ടാണ്, അത് ഒന്നായിട്ട് നമുക്ക് അടക്കണ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ ഇത് നമുക്ക് ബൂട്ട് ക്ലോസ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഇന്ത്യയിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എഞ്ചിൻ ബാങ്ക് കാര്യങ്ങളൊക്കെ കാട്ടി തന്നിട്ട് വീണ്ടും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യട്ടോ. ജസ്റ്റ് ഇതിന് ഇന്ത്യയിലേക്ക് പോകും. നമ്മളിപ്പോൾ ഇതിന് ഇന്ത്യയിലേക്ക് കയറാൻ അതിന് മുന്നേ ജസ്റ്റ് ഈ ഒരു ഭാഗം ഞങ്ങൾക്ക് കാട്ടിത്തരാം. ശരിക്കും ഒരു എസ് ക്ലാസിൻ്റെ ഫീലില്ല ഈ ഒരു ഭാഗം. ഇതുവരെ നോക്കിയാൽ മതി കേട്ടോ, അതായത് ആ ലൈറ്റ് നോക്കണ്ട, ഇവിടുന്ന് മുതൽ ഇതാ ഈ ഒരു ഭാഗം വരെ ഒരു ശരിക്കും ഒരു എസ് ക്ലാസിൻ്റെ ഫീൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, എങ്കിലും കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറുകയാണ്. ഒരു പ്ലേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിന്, ബെൻസിൻ്റെ പ്ലേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡോർ പാഡൊക്കെ ശ്രദ്ധിച്ചാൽ ഏകദേശം നല്ല സ്മൂത്ത് ലെതറും കാര്യങ്ങളൊക്കെ ഒറിജിനൽ ക്വാളിറ്റി ലെതേഴ്സാണ്. അതുപോലെ തന്നെ വുഡൻ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ലെതറാട്ടോ. ഇതൊക്കെ എന്താ പറയുക നേരിട്ട് അനുഭവിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഇതാക്കുന്ന ഇവിടെ സീറ്റിൻ്റെ കൺട്രോൾസും വരുന്നുണ്ട്. ഇത് മെമ്മറി ഫംഗ്ഷനുള്ള സീറ്റ് അല്ല, എനിക്ക് തോന്നുന്നത് ഫുൾ ഓപ്ഷൻ അല്ലാത്ത വാഹനമാണ് സാധ്യത. കണ്ടില്ല, അതൊക്കെ മാനുവൽ ആയിക്കാണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഫുൾ ഓപ്ഷൻ അല്ല. അതിന് തൊട്ട് താഴെ വേരിയൻ്റാണ്, അതാണ് ഇവിടെ ഈ ഫംഗ്ഷനൊന്നും കാര്യമില്ലാത്തത്.
അതുപോലെ തന്നെ നമുക്ക് ഇതാവുന്ന ലോക്ക് അൺലോക്ക് ബട്ടൺ, അതുപോലെ തന്നെ 4 വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മിറർ ഫോൾഡിങ് അങ്ങനത്തെ സംഭവമൊക്കെ. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു ഡോർ പാഡും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ഡോർ പാഡും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡോർ പാഡിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ബാക്കി ഇതിൻ്റെ ഇൻറ്റീരിയറിലാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻറ്റീരിയറിലേക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമുക്കിത് ഡ്രൈവിനില്ല കേട്ടോ, അതാണ് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നത്. വണ്ടിൻ്റെ ഹുഡിൻ്റെ ലെങ്ത്ത് വേറെ ലെവലാണ്. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ബൾജി ഫീൽ, അല്ലെങ്കിൽ ആ ഒരു മസിൽ വാഹനം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു പാർക്കിംഗ് ബ്രേക്കും കാലം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ലൈറ്റ്സിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ജെറ്റ് ഇൻസ്പയർഡ് AC വെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിങ് ശ്രദ്ധിച്ചാൽ കാരണം ഇത് എനിക്ക് സ്ക്രീൻ അല്ല കേട്ടോ, ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് സ്ക്രീൻ ഉണ്ട്, ജസ്റ്റ് ഓൺ ചെയ്ത് തരാം. അതുപോലെ തന്നെ ഈ ഭാഗമൊക്കെ നമുക്കൊരു അനലോഗ് മീറ്ററാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്, ഇൻഫോർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡാഷ്ബോർഡ് ശ്രദ്ധിച്ചാൽ കാണാം, ഒരു കെർവി ഫീലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒക്കെ ഒരു ലെതർ ടച്ചോട് കൂടി, അതുപോലെ തന്നെ ഒരു വുഡൻ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ ഒരു 4 AC വെൻറ്റിങ് ഒക്കെ ഇവിടെ കാണാം കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല, നല്ലൊരു കെർവി, ഈ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് ഈ ഡോർ പാഡിലേക്ക് കയറി നിൽക്കുന്നത് കാണാം. എക്സ്റ്റെൻഡ് ചെയ്യുക, തൈ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ടില്ലേ, ജസ്റ്റ് കാട്ടിത്തരാം. ഇതേ എന്താ പറയുക, ജസ്റ്റ് ഇതെന്താ വെച്ചാൽ ഇത് മാനുവലാണ് കേട്ടോ. ഇതൊക്കെ മാനുവലാണ്. ഇതിന് സാധാരണ നോർമൽ കാറില്ല, അതായത് കുറച്ചുകൂടി എന്താ പറയുക ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ ഇലക്ട്രിക്കലി ആവുന്നത്. ഇത് കുറച്ച് താഴ്ന്ന വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഇത് മാനുവൽ അയക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റീരിങ് അഡ്ജസ്റ്റ് ചെയ്യണതൊക്കെ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കൊക്കെ മാനുവൽ ആയിക്കൊണ്ടാണ് വരുന്നത്, ഇലക്ട്രിക്കലല്ല വരുന്നത്. അപ്പോൾ സ്റ്റീരിംഗ് വീലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, അത്യാവശ്യം ഒരു ഇതെനിക്ക് 2018 ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇതിലേക്കാളും കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയ സ്റ്റീരിംഗ് വീലാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടച്ച് പാഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ ഒരു ഇതൊക്കെ എന്ന് വെച്ചാൽ ടച്ചാണ്. അത് നമ്മൾ വണ്ടി ജസ്റ്റ് ഓൺ ചെയ്താൽ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ ഞാൻ കാട്ടിത്തരാം. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാട്ടിത്തരാം. അതുപോലെ തന്നെ സ്ക്രീനൊക്കെ കാട്ടിത്തരാം. അതൊക്കെ ടച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ, ഡിസ്കണക്ട് ചെയ്യാൻ പാഡിൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗിയർ നോബ് ഇതാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ കൺസോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഇത് 2 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ഫ്രണ്ട് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ സംസാരിക്കാം. ഇപ്പോൾ നമുക്കിവിടെ 2 സോൺ ക്ലൈമറ്റ് കൺട്രോൾ കാണാം. അതുപോലെ തന്നെ റേഡിയോ, നാവിഗേഷൻ, മീഡിയ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് തരാം. അവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ വരുന്നുണ്ട്. കണ്ടില്ല, ഇപ്പോൾ മെഴ്സിഡീസ് ബെൻസ് എന്ന് നമുക്ക് സംഭവങ്ങൾ കാണാം. പിന്നെ സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ ക്ലോക്ക് ഉണ്ട്. അത് നമ്മൾ പഴയ ഈ ക്ലാസ്സിലും കണ്ടതാണ്. പിന്നെ ഇവിടെയാണ് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ സിഗരറ്റ് ലൈറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ചെറിയൊരു സ്റ്റോറേജാണ്, നമുക്ക് കീ ഒക്കെ വെക്കാനുള്ളതാണ്. ഒരു എന്താ പറയുക, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ഉണ്ട്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നിപ്പിക്കുന്നതാണ് അതിൻ്റെ സത്യം. പിന്നെ ഇവിടെ നമുക്കൊരു ഫിസ്റ്റ് റെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയാണ് മൗസ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഒരു കണ്ടില്ലേ, നമുക്ക് ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്താൽ ഓരോന്നും ഇങ്ങനെ മാറുന്നതാണ്. ഇതൊക്കെ ഒരു ടച്ച് പാഡ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡൈനാമിക് സെലക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെൻസേഴ്സ് ഓഫ് ചെയ്യാണ്ട്, ക്യാമറയും കാര്യങ്ങളൊക്കെ പാർക്കിംഗ് ക്യാമറയും കാര്യങ്ങളും ഓൺ ചെയ്യാണ്ട്. പിന്നെ ഇത് വരുന്നത് അതെന്താ, പ്ലീസ് സ്റ്റാർട്ട് ദ എഞ്ചിൻ അതർവൈസ് സിസ്റ്റം വിൽ സ്വിച്ച് ഓഫ് ഇൻ 3 minutes. ഓക്കെ, വിഷയമല്ല. പിന്നെ ഇത് ഓട്ടോ കട്ട് ഓഫ് സിസ്റ്റമാണ്. നമ്മൾ ട്രാഫിക്കിലൊക്കെ വരുമ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഐഡിൽ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ട് ഈ ഒരു സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ. പിന്നെ നമുക്ക് ഇവിടെ ഡാഷ്ബോർഡൊക്കെ നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്തിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റൊക്കെ നോക്കി കാണാൻ നല്ല ക്വാളിറ്റിയിലെ ലെതറാണ്. ഇരുന്നാൽ തന്നെ നമുക്ക് ഇതിൽ ഒരു ഫീല് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് നമുക്ക് ഡ്രൈവർ ഇപ്പോൾ കോ ഡ്രൈവർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് എല്ല് എന്ന് കാണാം. ഈ എല്ല് എന്താണെന്ന് വെച്ചാൽ ഈ എല്ല് ഓണാക്കിയാണ്ട് നമുക്ക് ഇവിടെ നിന്ന് കോ ഡ്രൈവറെ സീറ്റ് കൺട്രോൾ ചെയ്യാണ്. സത്യത്തിൽ ഈ ഒരു വാഹനത്തിൽ ഈ കോ ഡ്രൈവർ അല്ലെങ്കിൽ ഈ ഒരു സീറ്റിൽ ഇരിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇയാളെ എന്തും കാട്ടാം എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിൽ നിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഇയാളെ എന്തും കാട്ടാം. അതുപോലെ തന്നെ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ എസ് ക്ലാസിൻ്റെ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സിവെൻ്റ് അവിടെ നോക്കിയാൽ കാണാം. പിന്നെ ലൈറ്റ്സിംഗ് ഒക്കെ നോക്കിയാൽ കാണാം. ഒരു ഡയമണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, കണ്ടില്ലേ, സ്മൂത്ത് ആയിക്കാണ്ട് ഓഫ് ആയി. അതുപോലെ തന്നെ സൺറൂഫ് വരുന്നുണ്ട്. നമുക്ക് കണ്ടില്ലേ, ബ്ലൈൻഡ് ഇത് ഡബിളാണ്, അതായത് അവിടെയും മറക്കും ഇവിടെയും മറക്കും. പാനോറോമിക് സൺറൂഫ് എന്ന് പറയാം, അല്ലെങ്കിൽ സിംഗിൾ പാനലും പറയാം. കാരണം രണ്ടിനും സെപ്പറേറ്റ് ആണ് സൺറൂഫ് വരുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ നമുക്ക് സൺറൂഫ് ഓപ്പൺ ആവുന്നതാണ്. കണ്ടില്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. സൺറൂഫ് തുറന്നിട്ട് എടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ എന്താ USB കണക്ഷൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സംഭവം വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് അടക്കാം. അപ്പോൾ ഇത്രയുള്ളൂ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കുറിച്ച് പറയുള്ളത്. ഇതൊക്കെ നമുക്ക് മിററൊക്കെ കണ്ടില്ലേ, റൂഫ് ടോപ്പൊക്കെ വൈറ്റ് ആണ്, ക്ലാസ് ആണ്, വേറെ ലെവലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണാം റേഞ്ച് 175 കിലോമീറ്റർ നിങ്ങൾക്ക് കാണാം. പിന്നെ കൺസെപ്ഷൻസ് ഫ്രം സ്റ്റാർട്ട് ഇത് അവിടെ ഒക്കെ പാർക്കിംഗ് മോഡ്, റിവേഴ്സിംഗ് ന്യൂട്രൽ ഇതൊക്കെ മുകളിലാട്ടോ കൊടുത്തിരുന്നത്. പിന്നെ എഞ്ചിൻ വാർണിങ്സും കാര്യങ്ങളൊക്കെ കാണാം. ലൈറ്റ്സ് ഓൺ ആണെന്നുള്ള വാർണിങ്സ് കാര്യങ്ങളൊക്കെ കാണാം.
പിന്നെ നമുക്ക് ഇതൊക്കെ സ്വൈപ്പിംഗ് ആട്ടോ, നമുക്ക് കണ്ടില്ലേ ഇപ്പോൾ 802 കിലോമീറ്റർ 63,000 കിലോമീറ്ററാണ് വണ്ടി ആകെ ഓടിക്കുന്നത്. ഇത് നമുക്ക് 0 km/h നമുക്ക് സ്പീഡ് കാണിക്കാനാണ്. പിന്നെ ഡൈനാമിക് നമുക്ക് ഇൻഡിവിജ്വൽ വരുന്നുണ്ട്, സ്പോർട്ട് പ്ലസ് വരുന്നുണ്ട്, സ്പോർട്ട് വരുന്നുണ്ട്, കംഫർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ അങ്ങനത്തെ എല്ലാ സംഭവം എല്ലാ മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എക്കോണമി എല്ലാ സംഭവം വരുന്നുണ്ട്. കൂടുതൽ മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇക്കോ മോഡിലാണ് നല്ലത്. നമുക്ക് ജസ്റ്റ് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ വാൻഡി മിററും കാര്യങ്ങളും ലൈറ്റ്സും വരുന്നുണ്ട്, സ്ലൈഡബിൾ എല്ലാം ഓപ്പൺ ആണ്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ സംഭവം എല്ലാ ഫെസിലിറ്റീസും നമ്മളെ ഈ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ കൊടുക്കുന്ന പ്രൈസ് വളരെ എന്താ പറയുക, വളരെ വിലക്കുറവിലാണ് ഇതിവിടെ സെയിൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ 2018 മോഡലാണ്. പിന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. ഇൻറ്റീരിയർ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവർ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഇടയിൽ പറഞ്ഞു തരാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലെ കംഫർട്ട് ആസ്വദിച്ചാണ് വീട് വൈൻഡപ്പ് ചെയ്യണം. പക്ഷേ നമ്മൾ ബാക്ക് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്ക് സൈഡിലേക്ക് എടുത്ത് പറയേണ്ടത്, ഫസ്റ്റ് തന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്പേസ് ആൻഡ് കംഫർട്ടാണ്. എക്സ്ട്രാ ഇതിൻ്റെ കുഷനൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പക്ക ക്വാളിറ്റിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഗ് റൂമൊക്കെ നോക്കിയെന്ന് കാണാം. ഇത് ഫയൽ പോക്കറ്റാണ്, ഇത് സ്ലൈഡബിൾ എന്ന് ആരും കരുതണ്ട. ലെഗ് റൂമും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അത്യാവശ്യം നീ റൂമും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല നീ റൂമും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് റിക്ലൈനേഷനാണ്, അതായത് നമുക്ക് ഈ ബാക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് മെമ്മറി ഫംഗ്ഷനോട് കൂടിയുള്ള ബാക്ക് സീറ്റാണ്. നമുക്ക് റിക്ലൈനേഷൻ അതുപോലെ തന്നെ കണ്ടില്ലേ, ഇത് കാണണ്ട മച്ചാനെ, റിക്ലൈനേഷനും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ടെങ്കിൽ കാണാൻ എത്രത്തോളം. അതുപോലെ തന്നെ കണ്ടില്ലേ മാക്സിമം റിക്ലൈനേഷനാണ് നിങ്ങൾ നേരത്തെ കണ്ട് നമുക്ക് കടന്ന് പോകുന്നതാണ്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഇലക്ട്രിക് ലൈറ്റ് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതൊരു എക്സ്ട്രാ കംഫർട്ട്. ഇപ്പോൾ നമുക്ക് ലക്ഷറി ഫീലിലേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴ്ത്തുക. ഇത് ഏറ്റവും ബാക്കിലേക്ക് താഴ്ത്തിയിട്ട് ഇതുണ്ടല്ലേ, ഇവിടെ നമുക്ക് ഈ ഒരു ആംറസ്റ്റ് താത്താവുന്നതാണ്. പക്ഷേ ഇങ്ങനെ താത്തിയാൽ വേറെ വിഷയമുണ്ട്, മൂന്നാമതൊരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഈ ഹെഡ് റെസ്റ്റോട് കൂടി അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ താഴാവുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ കണ്ടില്ല നല്ല ചെറിയ സ്റ്റോറേജ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു വയർലെസ് പാഡിൻ്റെ ആവാനായിട്ട് ആദ്യം ഇത് ഫുൾ ഓപ്ഷൻ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ കിടക്കട്ടെ. പിന്നെ ഇതിൻ്റെ ടണേഴ്സൊക്കെ നോക്കിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാസഞ്ചറിന് ഇരിക്കട്ടോ, നിങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇരിക്കുക. സംഭവം നല്ല കംഫർട്ട് തന്നെയാണ്. തൈ സപ്പോർട്ടിന് വലിയ എന്താ പറയുക ബാധിക്കണം കാര്യങ്ങളും തീരെ ഇല്ലല്ലോ, തൈ സപ്പോർട്ട് തീരെ ബാധിക്കണില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നല്ല കംഫർട്ട് തന്നെയാണ്. ബാക്കിൽ എവിടെ ഇരുന്നാലും, സെൻട്രലിൽ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും കംഫർട്ട് തന്നെയാണ്. മിററാണ്, മിറർ നമ്മളെ ഭാഗത്തേക്ക് ആക്കിയിട്ട് നമുക്ക് ചുരുക്കം കൂട്ടി പോകാവുന്നതാണ്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഈ സൺറൂഫ്, ഈ റൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ, സാധാരണ നോർമൽ തന്നെയാണ്, ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ ബാക്കിലേക്ക് AC വെൻറ്റ് വരുന്നുണ്ട്, ഈ ഒരു കോർണറിൽ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഇതിന് ഫാനും അതുപോലെ തന്നെ ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഇതൊക്കെ കണ്ട് ഇതൊക്കെ ഇലക്ട്രിക്കലാണ്. ഈ ഒരു മാനുവൽസും അതായത് കർട്ടനും ഗ്ലാസും ഒക്കത്തിന് കൺട്രോൾസും കാര്യങ്ങളും ഇവിടെയും വരുന്നുണ്ട് അവിടെയും വരുന്നുണ്ട്. രണ്ട് സൈഡും നമുക്ക് ഇലക്ട്രിക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇന്റീരിയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്പേസിൽ എടുക്കാൻ പറ്റിയവർക്ക് വാഹനമാണ്, അതുപോലെ തന്നെ കംഫർട്ടിന് എടുക്കാൻ പറ്റിയ വാഹനമാണ്. പിന്നെ ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് മെർസിഡീസ് ബെൻസ് അല്ലേ, എല്ലാവരും കംഫർട്ടിന് പറയുകയാണെന്നുണ്ടെങ്കിലും ഡ്രൈവബിലിറ്റി പക്ക ഡ്രൈവബിലിറ്റിയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെ സംസാരിക്കാം കേട്ടോ. 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് ഇത് വരുന്നത്. ഏകദേശം 192 HP അതുപോലെ തന്നെ 400 Nm ഓഫ് ടോർക്കും വരുന്ന ഉൽപ്പാദിക്കുന്ന ഒരു എഞ്ചിനാണ് മെർസിഡീസ് ബെൻസിൻ്റെ ഈ ക്ലാസ് 220D വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഏകദേശം 8 to 12 നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. ഇത് 9 സ്പീഡ് ഓട്ടോമാറ്റിക് വരുന്ന ട്രാൻസ്മിഷനാണ് ഇതിൽ വരുന്നത്. പെട്ടെന്ന് നല്ല സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. ഏകദേശം 200-ന് മുകളിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മളിതിൻ്റെ ഡ്രൈവ് വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് ആൾ ഓവർ മെർസിഡീസ് ബെൻസിൻ്റെ റിവ്യൂസും കാര്യങ്ങളും. നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ഏകദേശം വളരെ കുറഞ്ഞ പ്രൈസിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. BBC എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി Q7 എടുത്തില്ലേ, അതിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. BBC ലക്ഷറി കാർസ് അത്യാവശ്യം നല്ല ബ്രൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ഒരു വണ്ടി നമുക്ക് തരുന്നത് കാരോസ എന്ന് പറഞ്ഞ ദുബായ് പടി നിയർ EMS ഹോസ്പിറ്റലിൽ വരുന്ന ഒരു ഷോറൂമാണ്. അവിടെ ഉണ്ട്, നമ്മൾ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഇതിൻ്റെ ഇതും വരുന്നത്. അപ്പോൾ ഇവരാണ് നമുക്ക് വാഹനം സ്പോൺസർ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഔട്ട് എടുക്കുമ്പോൾ പറയാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എഞ്ചിൻ സൗണ്ടും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം.
ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ഇതിൻ്റെ ഔട്ടറിലേക്ക് പോവുകയാണ്. ഞാൻ അതിനെ പറഞ്ഞത് ഇവിടെ സെയിലിനുള്ള വാഹനമാണ് കാറോസ, ഏകദേശം ദുബായ് പടി നിയർ EMS ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏകദേശം 3rd ഓണർഷിപ്പ് വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ഇത് ഫാൻസി നമ്പർ വരുന്ന വാഹനമാണ്. ഫാൻസി നമ്പർ ഞാൻ പറയുന്നില്ല, ഫാൻസി നമ്പർ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന് ആൾ ഓവർ റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത്. ഇത് 3rd ഓണർ വരുന്നതാണ്. അതുപോലെ തന്നെ 60,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 2018 നോക്കണം. 2018 60,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഈ ക്ലാസ് 220D ഡീസൽ വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഇതിവിടെ ചോദിക്കുന്ന പ്രൈസ് ഏകദേശം വെച്ചാൽ 48 ലക്ഷം രൂപയാണ്. 2018 നോക്കണം. 48 ലക്ഷം രൂപയാണ് ഈ 220D 60,000 കിലോമീറ്റർ ഓടിയ വാഹനം ഇവർ ചോദിക്കുന്ന പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആൾ ഓവർ റിവ്യൂസ് ആൻഡ് എക്സ്പ്ലനേഷനുകൾ കണ്ടു. അപ്പോൾ ഇതുപോലത്തെ കിടക്കാച്ച് വീഡിയോ കിട്ടാൻ ചാനൽ അടിച്ചോളി സബ്സ്ക്രൈബ് ബട്ടൺ, പൊളിച്ചോളി ബെൽ ബട്ടൺ കൊണ്ട് അടുത്തോട് കാണാം. ബൈ, സീസു.